അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സ്നേഹസന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിലെ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരായി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഇരുലോക വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ ദോഷങ്ങളെയും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഇന്ന് പത്രമാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു വാർത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമാണ്, സങ്കടപ്പെടുത്തുന്നതാണ്. കേരള മുസ്ലിങ്ങൾക്ക് എന്നല്ല, ലോക മുസ്ലിങ്ങൾക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് സ്ഥാനം പിടിച്ചത്. വാടാനപ്പള്ളിയിലെ 60 വയസ്സ് പ്രായമുള്ള ജുമൈല എന്ന് പറഞ്ഞ ഒരു ഉമ്മയെ 34 വയസ്സ് പ്രായമുള്ള വിധി നടപ്പാക്കുന്നവന്റെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന സ്വന്തം മകൻ ഉമ്മയെ ചവിട്ടി കൊന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നലെ ഉച്ചക്ക് ഭക്ഷണം ആവശ്യപ്പെടുകയും ഉമ്മാനോട് ഭക്ഷണം ആവശ്യപ്പെടുകയും ഭക്ഷണത്തിലേക്കുള്ള കറി നൽകിയപ്പോൾ കറിയിൽ ഉപ്പ് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ തല്ലുകയും ചവിട്ടുകയും ചെയ്ത് അങ്ങനെ ഉമ്മാനെ പുറത്തേക്ക് വലിച്ചിട്ട് സ്വന്തം ഉമ്മ 10 മാസത്തോളം ഗർഭം ചുമന്ന് തന്നെ നൊന്ത് പ്രസവിച്ച ആ ഉമ്മയുടെ അടിവയറ്റിലേക്കും നെഞ്ചത്തേക്കും ക്രൂരമായി മർദ്ദിക്കുകയും നെഞ്ചിലേക്ക് ചവിട്ടി സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുകയും ചെയ്ത ആ അബ്ദുൽ ഹക്കീമിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. എന്തായിരിക്കും അവരുടെയൊക്കെ അവസ്ഥ എന്നുള്ളത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്നാൽ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സ്വന്തം ഉമ്മയോട് ഛേ എന്ന വാക്ക് പോലും പറയരുത്, സ്വന്തം മാതാപിതാക്കളോട് ഛേ എന്നുള്ള വാക്ക് പോലും പറയരുത്, അതുപോലും തെറ്റാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ചു. അങ്ങനത്തെ ഉമ്മയോടും വാപ്പയോടും പെരുമാറുന്ന യുവസമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ഏത് രൂപത്തിലാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുന്നത് എന്നുള്ള കാര്യം ഓർത്ത് സഹതിപ്പിക്കാനേ നമ്മെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത്, പരിശുദ്ധമായ റമദാനു ഷരീഫിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. മഅഫിറത്തിന്റെ 10, പുറത്തു തരുന്ന 10 എന്ന് പറയുന്ന 10 ഇന്നത്തോടു കൂടെ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പള്ളിയിൽ, മദീന പള്ളിയിൽ ഖുത്ബ നിർവഹണത്തിന് വേണ്ടി മിമ്പറിൽ കയറുന്ന സമയത്ത് ഓരോ പടവിൽ വെച്ചും ആമീൻ പറഞ്ഞ ചരിത്രം നമുക്കറിയാം. ഖുത്ബ നിർവഹണത്തിന് ശേഷം സ്വഹാബാ കിറാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു അത്രേ, അല്ലയോ പ്രവാചകരെ, എന്താണ് പതിവിന് വിപരീതമായി അങ്ങ് ഓരോ പടവിലും കയറുമ്പോൾ ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാ കിറാമിന് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബ, ഞാൻ ആദ്യമായി പടവിൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞത് മഹാനായ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, പരിശുദ്ധ റമദാനു ഷരീഫ് ഒരാൾക്ക് സമാഗതമായി ആ റമദാൻ അവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമായിട്ടില്ലെങ്കിൽ അവന്റെ മേൽ അല്ലാഹുവേ നിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ആമീൻ പറയാതിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഞാൻ ആമീൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ പടവിൽ കയറുമ്പോൾ ഞാൻ ആമീൻ പറഞ്ഞത്, പ്രവാചകരെ, അങ്ങയുടെ നാമം കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ആരുണ്ടോ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ അതിന് ഞാൻ ആമീൻ പറഞ്ഞു. മൂന്നാമത് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത്, വയസ്സായ മാതാപിതാക്കൾ ഒരാൾക്കുണ്ടാവുകയും ആ മാതാപിതാക്കളുടെ തൃപ്തി കരസ്ഥമാക്കാത്ത രൂപത്തിൽ ഒരാൾ അവന്റെ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ആ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അള്ളാഹുവിന്റെ ശാപം ആ വ്യക്തിയുടെ മേലും ഉണ്ടാവട്ടെ. അഥവാ സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും പ്രീതി കരസ്ഥമാക്കാത്ത ഒരു മകനുണ്ടായി, ആ മകനോടുള്ള ദേഷ്യത്തോടെയാണ് ഉമ്മയും വാപ്പയും മരണപ്പെട്ടത് എങ്കിൽ ആ മകനിക്കും അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാവട്ടെ, ശാപമുണ്ടാവട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്ത് എന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. മാതാപിതാക്കളെ വെറുപ്പിച്ചാലുള്ള എന്തെല്ലാം ശിക്ഷകളാണ് അള്ളാഹു നൽകുന്നത് എന്നുള്ളത് ഒരുപാട് ചരിത്രങ്ങളിലൂടെ നമുക്കറിയാം. ദീർഘിപ്പിക്കാനുള്ള ഒരു സാഹചര്യമല്ല ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായ രൂപത്തിൽ വളരെ കണിശതയോടുകൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഈ വാർത്ത എന്നെ